കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെന്ന് PV അൻവർ MLA. ശശിയുടെ നടപടികൾ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കി. ശശിക്ക് വേറെ താല്പര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും PV അൻവർ മഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടിയുമായി ഞാൻ പോയപ്പോൾ അതിനെ തടയിട്ടവനാണ് ഈ പറയുന്ന ശശിയും ഈ പറയുന്ന MR അജിത്കുമാറും. ഒരു കോടികൾ വാങ്ങിയിട്ട് തന്നെയാണ് തടയിട്ടിട്ടുള്ളത്. അത് ശശിക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. MR അജിത്കുമാറിന് കിട്ടിയതല്ലേ ഉറപ്പാണ്. അപ്പൊ അന്ന് തുടങ്ങിയ പോരാട്ടം ഞാൻ ഇപ്പോഴും ഡെയിലി വീഡിയോ കൊടുക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന വയർലെസ് തുർക്കിയ കേസിൽ ഇപ്പോഴും പോലീസ് ഒരു കൃത്യമായ കുറ്റപത്രം കൊടുക്കുകയോ ആ കുറ്റപത്രത്തിൽ അദ്ദേഹം ചെയ്ത ഗുരുതരമായ കുറ്റത്തിനനുസരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 66 എന്ന വകുപ്പ് ചേർക്കാനോ എന്താ ഈ നിമിഷം വരെ പോലീസ് തയ്യാറാവുന്നത്? ഷാജൻ സ്കറിയക്കെതിരായ നിയമ പോരാട്ടത്തിന് തടയിട്ടത് P ശശിയും MR അജിത്കുമാറുമാണ്. അതിനുശേഷം താൻ P ശശിയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും PV അൻവർ പറഞ്ഞു. ADGP MR അജിത്കുമാർ സോളാർ കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും PV അൻവർ ഉയർത്തി. കൃത്യമായ തെളിവുകൾ അന്വേഷണം പുറത്തുവരാൻ പോകണം. ഈ പണം അദ്ദേഹത്തിന് കൈക്കൂലിയായി സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ പണമാണ്. ഇതിന്റെ ബേസിക് സോഴ്സ് അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫ്ലാറ്റ് അന്ന് ഗോണ്ടൂർ പറഞ്ഞ കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ റെസിഡന്റ് ഡോക്ടറിൽ കൺസ്ട്രക്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന ആസ് പെർ റെക്കോർഡ് അന്ന് ഈ ഫ്ലാറ്റിന്റെ വില 55 തൊട്ട് 65 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ 55 ലക്ഷം 60 ലക്ഷം രൂപ വരെയുള്ള ഫ്ലാറ്റ് 32 ലക്ഷം രൂപ 33 ലക്ഷം രൂപ കിട്ടുകയാണ്. ഓക്കെ, സമ്മതിച്ചു. അത് 65 ലക്ഷം രൂപ കൊടുക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കൺസ്ട്രക്ട് ചെയ്ത കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഭ്രാന്താണ്. 10 ദിവസം കഴിഞ്ഞിട്ട് 65 ലക്ഷം രൂപക്ക് വിൽക്കാവുന്ന സാധനം എന്തിനാണ് 32 ലക്ഷത്തിന് വിറ്റത്? ADGP കൈക്കൂലിയായി ലഭിച്ച കള്ളപ്പണം ഫ്ളാറ്റ് വാങ്ങി വെളുപ്പിച്ചു. 33 ലക്ഷം രൂപക്ക് അജിത് കുമാർ വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസത്തിനുള്ളിൽ 62 ലക്ഷം രൂപക്ക് മറിച്ചു വിറ്റുവെന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നുമാണ് അൻവറിന്റെ ആരോപണം. ഈ ഫ്ളാറ്റ് അന്ന് കോണ്ടൂർ എന്ന കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ റെസിഡന്റ് ഡോക്യുമെന്റ് കൺസ്ട്രക്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ ആസ് പെർ റെക്കോർഡ് അന്ന് ഈ ഫ്ലാറ്റിന്റെ വില 55 തൊട്ട് 65 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ 55 ലക്ഷം 60 ലക്ഷം രൂപ വരെയുള്ള ഫ്ലാറ്റ് 32 ലക്ഷം രൂപ 33 ലക്ഷം രൂപ കിട്ടുകയാണ്. ഓക്കെ, സമ്മതിച്ചു. അത് 65 ലക്ഷം രൂപക്ക് വിൽക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കൺസ്ട്രക്ട് ചെയ്ത കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഭ്രാന്താണ്. 10 ദിവസം കഴിഞ്ഞിട്ട് 65 ലക്ഷം രൂപക്ക് വിൽക്കാവുന്ന ഒരു സാധനം എന്തിനാണ് 32 ലക്ഷത്തിന് വിറ്റത്? 13,80,000 വിറ്റത്. അപ്പൊ ഇത് രണ്ടാമത്തെ ഗെയിം. എന്താ ഗെയിം? ഈ 33,80,000 രൂപ 10 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, 65 ലക്ഷം രൂപയും മാറും. അപ്പൊ എന്തായി? 65 ലക്ഷത്തിൽ നിന്ന് 33 ലക്ഷം കഴിച്ചാൽ 32 ലക്ഷം രൂപ അദ്ദേഹത്തിന് വൈറ്റായി. കള്ളപ്പണം വേറെ രീതിയിൽ വെളുപ്പിക്കുക, കൈക്കൂലി വാങ്ങി ഈ രീതിയിൽ ഫ്ലാറ്റുകൾ വാങ്ങുക. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഈ സമൂഹത്തിനെ മുഴുവൻ പറ്റിച്ചിട്ട് അത് ഇരട്ടി വിലക്ക് വിൽക്കുന്നതായി റെക്കോർഡ് ഉണ്ടാക്കുക. ഒഫീഷ്യലി അങ്ങനെ ചെയ്യുക. വസ്തു വാങ്ങി 90 ദിവസത്തിനുള്ളിൽ മറിച്ചു വിൽക്കുകയാണെങ്കിൽ ഇരട്ട സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും നൽകണം. എന്നാൽ അധികാര ദുർവിനിയോഗം നടത്തി ഈ തുക അജിത് കുമാർ അടക്കാതിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. അതിന്റെ ലിങ്ക് പേര് നൽകാൻ പോകുന്നുണ്ട്. ഇതില് 33,80,100 രൂപ ഇദ്ദേഹം പട്ടം SRO കവടിയാർ വില്ലേജ്, കവടിയാറാണല്ലോ, കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങണം. അദ്ദേഹത്തിന്റെ സ്വന്തം പേര് MR അജിത് കുമാർ, ഏജ് 47, വയസ്സ് മണക്കാട്, ഹൗസ് നമ്പർ PC 41/1489, 1489, പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, IGF പോലീസ്. ഇദ്ദേഹം ഇത് വാങ്ങുന്നത് 2016 ഫെബ്രുവരി 19 ആണ് ഈ വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 2016 മെയ്യിലാണ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നത്. അതിന് തൊട്ട് 2.5 മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. പ്രോപ്പർട്ടി വാങ്ങിക്കൊണ്ട് അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് എങ്ങനെ വാങ്ങുന്നത് വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയല്ല ആരെയും അതിശയിപ്പിക്കുന്നത്. ഏകദേശം 4 ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അഴിമതിയാണ് അജിത് കുമാർ നടത്തിയതെന്നും PV അൻവർ ആരോപിച്ചു. ഇവിടെ 33,80,000 വാങ്ങുമ്പോൾ അദ്ദേഹം അടച്ച ഫീസ് 2,03,500. ഏകദേശം 6% അടുത്ത് വരുന്നുണ്ട്. ചെറിയ വ്യത്യാസം അങ്ങോട്ട് വരും. അതുപോലെ അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ 65 ലക്ഷത്തിന് ഇത് വിൽക്കുമ്പോൾ 4,07,000 രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചത്. അതും ഏകദേശം കുഴപ്പമില്ല. പക്ഷേ ഈ 4,07,000 പകരം 2016 ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നാട്ടിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് നിയമം എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടി അടക്കണം. എന്ന് പറഞ്ഞാൽ 8,14,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണം, പ്ലസ് അതിന്റെ ഫീസ് ഇരട്ടി അടക്കണം. ഇവിടെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പവർ, അധികാര ദുർവിനിയോഗം, കുറ്റകരമായ ജയിൽ ശിക്ഷ അടക്കം കിട്ടാവുന്ന കാര്യം അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ സ്വാധീനം അദ്ദേഹത്തെ ഭയപ്പെട്ടിട്ടാണ് ആ നിയമത്തെ മനസ്സിൽ വെച്ചിട്ട് രജിസ്ട്രേഷൻ അതോറിറ്റി ഇതിന് തയ്യാറായിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാലോ. ഈ ഫ്ളാറ്റ് അഴിമതി കൂടി വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. അനുമതിയില്ലാതെ നിരവധി തവണ MR അജിത് കുമാർ വിദേശയാത്ര നടത്തി. ഇതിന്റെ വിശദാംശങ്ങൾക്കായി വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി. ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും.